ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഉലുവയുടെ ഔഷധ ഗുണങ്ങളെ സംബന്ധിച്ചാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിബ്ബുന്നബവിയ്യ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ച വിഷയമാണ് ഉലുവ കൊണ്ട് ചികിത്സിക്കുന്നതിനെ സംബന്ധിച്ച്. ഉലുവ എന്നുള്ളത് നിസാരമല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ലൗ തഅലമു ഉമ്മത്തി മാഫിൽ ഹുൽബത്തി ലഷ്തറൗഹ വലോ ബി വസ്നിഹ ദഹബ. ഉലുവയുടെ ഗുണങ്ങൾ മനുഷ്യർക്ക് പൂർണ്ണമായി അറിയുമായിരുന്നുവെങ്കിൽ അത് സ്വർണത്തിന്റെ വില നൽകിയാണെങ്കിലും അവർ വാങ്ങുമായിരുന്നു എന്ന് തിരുമുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഉലുവയുടെ അസാമാന്യമായ ഔഷധ ഗുണത്തെ സൂചിപ്പിക്കുന്നു. ഇഷ്ഫു ബിൽ ഹുൽബ, നിങ്ങൾ ഉലുവ കൊണ്ട് രോഗശമനം തേടുക. ഉലുവ എന്നുള്ളത് അത്രയും മഹത്തമായ ഒരു ഔഷധമാണ്. ഭക്ഷണങ്ങളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും രോഗശമനത്തിന് ഏറ്റവും ഉത്തമമായ ഒരു ഔഷധം കൂടിയാണ്. ശ്വാസകോശ രോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, പ്രമേഹം, വയറ് സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് ഉലുവ ഉത്തമമാണെന്ന് തിരുനബി ചര്യ അടിസ്ഥാനമാക്കിയുള്ള വൈദ്യശാസ്ത്രമായ തിബ്ബുന്നബവിയ്യ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രമേഹമുള്ള ആളുകൾ 1 ടീസ്പൂൺ നല്ല ഉലുവ കഴുകി അതൊരു ഗ്ലാസ് വെള്ളത്തിൽ രാത്രി ഇട്ട് വെക്കുകയും രാവിലെ അത് കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞ് ആ വെള്ളം കുടിക്കുകയും ചെയ്യുക. ഇതേ രൂപത്തിൽ രാവിലെ ഇട്ട് വെക്കുകയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞെരടി പിഴിഞ്ഞ് ആ വെള്ളം കുടിക്കുകയും ചെയ്യുക. തുടർച്ചയായി ഒരു 45 ദിവസം ഉപയോഗിക്കുകയാണ് എങ്കിൽ പ്രമേഹത്തിന്റെ അളവ് താഴ്ന്നു വരുന്നതായിട്ട് കാണാം. വയറ് സംബന്ധമായ ആളുകൾ 1-2 ടീസ്പൂൺ ഉലുവ കഴുകി ഒരു മണ്ണിന്റെ പാത്രത്തിലേക്ക് ഇട്ട് അതൊന്ന് വറുത്ത് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് തിളപ്പിച്ച് ആ വെള്ളം 2 നേരം കുടിക്കാം. അസിഡിറ്റി പോലെയുള്ള, ഗ്യാസ് ട്രബിൾ പോലെയുള്ള വയറ് വീർപ്പ് ഇവകൾക്കൊക്കെ നല്ല മാറ്റം കിട്ടും. ഷുഗർ പേഷ്യന്റ്, ഷുഗറുള്ള ആളുകൾ, 1-ാം പടിയിൽ ഉള്ള ഷുഗറുള്ള ആളുകൾ നല്ല ഉലുവ നോക്കിയിട്ട് രാത്രി 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുകയും രാവിലെ അത് കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞ് കുടിക്കാം. രാവിലെ ഇട്ട് വെക്കുക, രാത്രി അത് ഞെരടി പിഴിഞ്ഞിട്ട് കുടിക്കാം. എന്നാൽ ഷുഗറിന്റെ അളവ് താഴ്ന്നു വരുന്നതായിട്ട് കാണാം. തൈറോയിഡ് ഉള്ള ആളുകൾ 1-2 ടീസ്പൂൺ ഉലുവ ഒരു ഗ്ലാസ്സിൽ ഇട്ട് വെക്കുകയും മൂടും വരെ ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുകയും രാവിലെ വെറുവയറ്റിൽ അതിനെ ഞെരടി പിഴിഞ്ഞ് തിളപ്പിച്ചാറിയ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരൽപ്പം തേനും ചേർത്തിട്ട് കലക്കി അരിച്ചു കുടിക്കുക. തുടർച്ചയായി 45 ദിവസം ഈ പ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ ഷുഗറും നോർമലായിട്ട് കാണാം. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് രോഗവിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഉലുവ ഈത്തപ്പഴത്തോടൊപ്പം ചേർത്തി വേവിച്ച് കഴിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുകയുണ്ടായി. അതുകൊണ്ട് ഉലുവക്ക് എത്രമാത്രം പ്രാധാന്യമാണ് എന്ന് ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട് എങ്കിൽ, തിബ്ബുന്നബവിയ്യ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എത്രമാത്രം ഫലമുള്ളതാണ് ഉലുവ. അതുകൊണ്ട് ഉലുവ പോലെയുള്ള പ്രവാചക വൈദ്യങ്ങളിൽ നിർദ്ദേശിക്കുന്ന ഔഷധങ്ങളൊക്കെ നമ്മളും ഉണ്ടാക്കി ഉപയോഗിക്കുക. വീണ്ടും കാണാം.